ഡിഫറെൻ്റ് ഇവിടെ എഴുതിക്കണമല്ലോ നമ്മൾ ഡിഫറെൻ്റ് ആവണം. നമ്മൾ മറ്റ് കാൻഡിഡേറ്റിനേക്കാൾ നമ്മൾ ഡിഫറെൻ്റ് ആവണം. നമുക്ക് എന്തെങ്കിലും ആട്രിബ്യൂട്ട്സ് ഉണ്ടാവണം. റീസണിങ് സ്കിൽസ് ഉണ്ടാവണം. റീസണിങ് സ്കിൽസ് ഉണ്ടായിട്ട് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ എന്തുകൊണ്ടുണ്ടാകുന്നു, എന്തുകൊണ്ട് ജസ്റ്റ് മഗപ്പ് ചെയ്യുന്നതിന് പകരം നമ്മളൊരു പ്രോബ്ലം സോൾവേഴ്സ്, ക്രിട്ടിക്കൽ നമുക്ക് ആ ഓർഗനൈസ് നമുക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിവുണ്ടാവണം. ക്രിട്ടിക്കൽ തിങ്കിങ്, ഒരു പുതിയ ഐഡിയാസ് കൊണ്ടുവരിക, ബിസിനസ് ഐഡിയാസ്. അപ്പോൾ എന്തെങ്കിലും ആ ഒരു രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമ്മൾ മറ്റേ പിള്ളേരിൽ നിന്ന് മാറി നിൽക്കത്തുള്ളൂ. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് എന്ത് നിങ്ങൾക്ക് ഈ ഓർഗനൈസേഷൻ നിങ്ങൾക്ക് തരാൻ പറ്റുമെന്ന് വെച്ചാൽ ആ രീതിയിൽ നിങ്ങൾ സംസാരിക്കണം. നമ്മൾ അത് ഫുള്ളായിട്ട് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ 100% പാഷനേറ്റ് ആയിരിക്കണം. നമ്മളൊരു ഹാഫ് വേ ഒന്നും ചെയ്യാൻ പാടില്ല. 100% പാഷനേറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പം നമ്മളെ കഴിവുകൾ മാത്രം പോരാ, നമ്മളെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അതൊക്കെ മാറിയാൽ മാത്രമേ നമ്മൾ വേറിട്ട് നിൽക്കത്തുള്ളൂ. അപ്പം ഇൻ്റർവ്യൂ നമുക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ.